ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള സംഘർഷമൊക്കെ ഏതാണ്ട് അവസാനിച്ചപ്പോഴും പാകിസ്ഥാൻ ഇപ്പോഴും മുസ്ലിം രാജ്യങ്ങളൊക്കെ പിന്തുണ നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഇന്ത്യയെ സഹായിച്ചുകൊണ്ട് പ്രത്യക്ഷത്തിൽ വന്ന അഫ്ഗാന തുടർന്ന് ഇപ്പോൾ ഇറാനും വരുന്നു. അതെ, ഇറാൻ ഇന്നലെ വീണ്ടും പഹൽഗാം ആക്രമണത്തെ അതിശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഇതിന് കാരണം ഇറാനും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമാണ്. കാരണം പാകിസ്ഥാനിലെ മുസ്ലിമുകളല്ല ഇറാനിലെ മുസ്ലിമുകൾ. പാകിസ്ഥാനിൽ സുന്നികളാണെങ്കിൽ ഇറാനിൽ ഷിയകളാണ്. അപ്പോൾ ഷിയകൾ സ്വാഭാവികമായും സുന്നി രാജ്യമായ പാകിസ്ഥാനെതിരായിരിക്കാം. മുൻകാലങ്ങളിൽ ഇറാനും പാകിസ്ഥാനും തമ്മിൽ അതിർത്തിയിൽ വെടിവെപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് നമുക്ക് വളരെ തന്ത്രപ്രധാനമായ ചില താല്പര്യങ്ങൾ. ചാബഹാർ പോർട്ട് അവിടെയുണ്ട്. അപ്പോൾ ഇറാനുമായിട്ട് ഇസ്രയേലിന് വലിയ ശത്രുതയാണ്. ഇന്ത്യയുമായിട്ട് വളരെ അടുപ്പമുള്ള രാജ്യമാണ് ഇസ്രയേൽ. ആ ഇസ്രയേലിന് ശത്രുതയുള്ള ഇറാനിൽ ഇന്ത്യയുടെ തുറമുഖമുണ്ട്. അപ്പോൾ ചാബഹാർ തുറമുഖം എന്ന് പറയുന്നത് നമുക്ക് വളരെ തന്ത്രപ്രധാനപരമാണ്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനെ ഞെരുക്കാൻ വേണ്ടി പാകിസ്ഥാൻ്റെ ഒരു അതിർത്തിയിൽ ഇറാൻ പോലെയുള്ള ഒരു രാജ്യം, പാകിസ്ഥാനേക്കാളൊക്കെ 10 മടങ്ങ് ശക്തിയുള്ള രാജ്യമാണ്, വലിയ രാജ്യമാണ്. ശക്തി എന്ന് പറയുമ്പോൾ സാമ്പത്തിക ഉപരോധം കൊണ്ട് വല്ലാതെ വട്ടം തിരിയുകയാണെങ്കിൽ ഇറാൻ അത്ര മോശമൊന്നുമല്ല. ഇസ്രായേലിനോട് പോലും മുട്ടാൻ ആത്മധൈര്യം അങ്ങനെ തന്നെ പറയണം. കാരണം എന്തൊക്കെ ഈ ചിലർക്ക് ഈ പാണ്ടിലോറിക്ക് മുന്നിൽ തവള നിൽക്കുന്ന പോലെ മസിൽ പിടിച്ച് നിൽക്കാനൊരു ധൈര്യമൊക്കെ വേണമല്ലോ എന്ന് പറയുന്ന പോലെ ഇസ്രായേലിനോട് മുട്ടാനൊക്കെ ധൈര്യം കാണിക്കുന്ന രാജ്യമാണ് ഇറാൻ. അവർക്ക് പരമ്പരാഗതമായി പാകിസ്ഥാനോട് ശത്രുതയുണ്ട്. ഇപ്പോൾ അജിത് ഡോവൽ ഇറങ്ങി ഒരു കളി കളിച്ചിരിക്കുന്നു. അജിത് ഡോവൽ ഇന്നലെ ഇറാനിയൻ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അലി അക്ബർ അഹമ്മദി എന്ന് പറയുന്നത് ഖമനേയിയുടെ പ്രതിനിധിയാണ്. ഖമനേയി ലോകത്തൊന്നും പലയിടത്തും ചർച്ചയ്ക്കൊന്നും പോകത്തില്ല. പകരം വിടുന്നത് അലി അക്ബർ അഹമ്മദിനെയാണ് പറഞ്ഞു വിടുന്നത്. അതുകൊണ്ട് ഈ പ്രതിപുരുഷനാണ് ഈ ഇറാൻ്റെ NSA എന്ന് പറയുന്നത്. അജിത് ഡോവലും ഇറാൻ്റെ NSA ആയ അലി അക്ബർ അഹമ്മദിനും തമ്മിൽ ഇന്നലെ ഒരു ചർച്ച നടന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് അംഗങ്ങൾ പല രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇന്ത്യയുടെ നിലപാട് തുർക്കിയിലേക്കും അസർബൈജാനും ഒഴികെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ നമ്മുടെ ഡെലിഗേഷൻ പോകുന്നുണ്ട്. സർവകക്ഷി സംഘമാണ് പോകുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ 2 രാജ്യങ്ങൾ ഒഴിവാക്കിയെങ്കിലും അവിടെ പാർലമെൻറ്റ് അംഗങ്ങളാണ് ഈ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അതിന് കാരണം അത് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യമാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ അജിത് ഡോവലിനെ വിട്ടത് ഈ ഇറാനിൽ ഇപ്പോൾ ഈ പറഞ്ഞ പാർലമെൻ്ററി ജനാധിപത്യമൊക്കെ ഉണ്ട്. പെഷസ്കിയാനാണ് അവിടുത്തെ പ്രസിഡൻ്റെങ്കിലും അദ്ദേഹത്തിന് വളരെ നാമമാത്രമായ അധികാരം മാത്രമേ ഉള്ളൂ. കാരണം മുഴുവൻ മതഭരണകൂടമാണ്. അതുകൊണ്ട് ഒരു ജനപ്രതിനിധി തലത്തിലുള്ള ചർച്ചയല്ല അഭ്യുകാമ്യം, അത് NSA തലത്തിലുള്ള ചർച്ചയാണെന്ന് മോദി സർക്കാർ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് അജിത് ഡോവൽ ഇറാനുമായി ചർച്ച നടത്തി. ഇറാൻ്റെ ഖമനേയിയുടെ പ്രതിപുരുഷനുമായിട്ട് ചർച്ച നടത്തിയതിന് ശേഷം വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ ചർച്ച നടത്താനുള്ള കാരണം പെഷസ്കിയാനുമായിട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് മിനിഞ്ഞാന്ന് ടെലഫോണിൽ സംസാരിച്ചു. അതിൻ്റെ തൊട്ടു പിന്നാലെ അജിത് ഡോവലും അലി അക്ബർ അഹമ്മദിനും തമ്മിൽ ചർച്ച നടത്തി എന്ന് മാത്രമല്ല, അതിൻ്റെ പിന്നാലെയാണ് ഇറാൻ വീണ്ടും പഹൽഗാം ആക്രമണത്തെ അപലപിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ എന്തുകൊണ്ട് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് സംസാരിക്കുന്നതിന് പകരം പെഷസ്കിയാനുമായിട്ട് സംസാരിക്കാൻ നമ്മുടെ ഇന്ത്യയുടെ അവിടുത്തെ പ്രസിഡന്റോട് ഇന്ത്യൻ പ്രസിഡന്റ് സംസാരിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ പാർലമെൻറ്റ് നാമമാത്രമായ അധികാരങ്ങളുള്ളതാണെങ്കിൽ അവിടുത്തെ പാർലമെൻറ്റിലെ അംഗങ്ങളുമായിട്ട് സംസാരിക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റിലെ ഡെലിഗേഷൻ പോവുക, അതൊന്നും ചെയ്യാതെ NSA ലെവലിലുള്ള ചർച്ചകൾ എന്തിനു നടത്തി എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അതിനകത്തൊരു സൈനികപരമായ കാര്യങ്ങളുണ്ട്, രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, രഹസ്യ ഓപ്പറേഷനുകളുണ്ടാവാം. അപ്പോൾ ഇതെല്ലാം ബന്ധപ്പെട്ട് ആണ് ഈ NSA തലത്തിലുള്ള ചർച്ച ഉണ്ടായിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ ഇനി ഒരുപാട് കളിച്ചാൽ ഇറാൻ അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് വെടിപൊട്ടും. അഫ്ഗാൻ അതിർത്തിയിൽ നിന്ന് വലിയ പ്രശ്നമാണ്. മാത്രമല്ല അഫ്ഗാനുമായിട്ടുള്ള ഈ പാകിസ്ഥാൻ്റെ ബന്ധം കൂടുതൽ വഷളാവുകയാണ്. ഇന്ത്യ വളരെ തന്ത്രപ്രധാനമായ ഒരു നിലപാടെടുത്ത് പാകിസ്ഥാനിലുള്ള വാഹനങ്ങളും ചരക്ക് ഗതാഗതവും നമ്മൾ തടഞ്ഞിരിക്കുകയാണ്. വാഗ അതിർത്തി വഴി അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള 160 ട്രക്കുകൾ കടന്നു വരാൻ ഇന്ത്യ സമ്മതിച്ചു. അവിടുന്ന് ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങൾ, അഫ്ഗാനിസ്ഥാനിൽ ഈന്തപ്പഴവും മറ്റ് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒരുപാടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പാദനം വേറൊന്നും ഇല്ലല്ലോ അവർക്ക്, അതൊന്നും ഇതാണ്. അതെല്ലാം കൊണ്ടുവരുന്ന ട്രക്കുകൾ വാഗ അതിർത്തി കടന്നു വരാൻ ഇന്ത്യ അനുമതി കൊടുത്തു. പക്ഷേ അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ട്രേഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ ട്രക്കുകൾ എന്ന് പറയാം, സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റാണ് 160 ട്രക്കുകളിലായിട്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് അയക്കാൻ തീരുമാനിച്ചത്. ആ ട്രക്കുകളെ പക്ഷേ വാഗ അതിർത്തി കയറുന്നതിന് മുമ്പ് പാകിസ്ഥാൻ ഇപ്പോൾ തടഞ്ഞിട്ടിരിക്കുക, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം വിടില്ല എന്ന് പാകിസ്ഥാൻ നിലപാടെടുത്തിരിക്കുക. അപ്പോൾ ഇതിനിടയ്ക്ക് ഇന്ത്യ തന്ത്രപ്രധാനമായ ഒരു കളി കളിച്ചു. നിങ്ങളവിടെ ഉണ്ടാകുന്ന സാധനം ഇങ്ങോട്ട് അയച്ചോ,
ഞങ്ങൾക്ക് പാകിസ്ഥാനായിട്ട് ബന്ധമില്ല, നിങ്ങളുമായിട്ട് ട്രേഡിന് ഞങ്ങൾ റെഡി, നിങ്ങൾ വാഗാ അതിർത്തി കയറി പോത്തേക്ക്, വാഗാ അതിർത്തി നമ്മുടെ ഭാഗം നമ്മൾ അഫ്ഗാൻ ട്രക്കുകൾ വന്ന് നമ്മൾ തുറന്നു കൊടുക്കും, കയറിപ്പോരൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പുറപ്പെട്ടു ഈ 160 ട്രക്കുകൾ എന്ന് പറയേണ്ട, അത് ഓടിക്കുന്ന ഡ്രൈവർമാർ ചിലപ്പോൾ കൂലിപ്പണിക്കാരോ അല്ലെങ്കിൽ ശമ്പളക്കാരോ ഒക്കെ ആയിരിക്കും. പക്ഷേ അവിടെ തടഞ്ഞിട്ടിരിക്കുന്നത് ആ ഡ്രൈവർമാരെ അല്ല, ആ ട്രക്കുകളെ അല്ല, ആരാണ്? സർക്കാരിനെയാണ്, അഫ്ഗാൻ സർക്കാരിനെയാണ്. അപ്പോൾ അഫ്ഗാനിന് 4 ചക്രം ഉണ്ടാക്കാൻ, അവർക്ക് ഇത്തിരി പൈസ കിട്ടാൻ, അവരുടെ പാകിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ കച്ചവടമൊക്കെ നിലയ്ക്ക് പകരം അഫ്ഗാനിസ്ഥാനുമായി ഒരു ട്രേഡിന് ഇന്ത്യ വാതിൽ തുറക്കുമ്പോൾ അവർ റെഡിയായി സാധനം അയക്കുമ്പോൾ പാകിസ്ഥാൻ കയറി തടഞ്ഞാൽ ആര് തമ്മിലാണ് ക്ലാഷ് ഉണ്ടാകാൻ പോകുന്നത്? അഫ്ഗാനും തമ്മിൽ. അപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാവാനുള്ള വിത്ത് ഇന്ത്യ പാകിക്കഴിഞ്ഞു. അത് പിന്നെ വിത്ത് പാകിയെന്ന് വെച്ചാൽ നമ്മൾ ദീർഘകാലമായിട്ട് ഇപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനെ ലോകരാജ്യങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല, ഇന്ത്യ അംഗീകരിക്കുന്നില്ല. പക്ഷേ എന്നാൽ പോലും ഇന്ത്യ വളരെ മൃദു സമീപനമാണ് അഫ്ഗാൻ സർക്കാരിനോട് താലിബാനോട് എടുക്കുന്നത്. ആ മൃദു സമീപനത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നമ്മൾ വൈദ്യസഹായം കൊടുക്കുന്നു, അവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു, അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുന്നു. എന്തിന് ഖത്തർ അമീർ ഇവിടെ വന്നപ്പോഴേക്ക് ഇവിടെ ഒരു എംബസി തുറന്നുകൂടെ എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ട്, അതുകൊണ്ട് എംബസി തുറക്കാൻ പറ്റില്ല. പക്ഷേ വേണമെങ്കിൽ ഖത്തർ അമീറിൻ്റെ മകനുണ്ട്, ഖത്തറിലെ അഫ്ഗാൻ അംബാസഡറുടെ മകനെ വേണമെങ്കിൽ ഇവിടെ അനൗദ്യോഗിക അംബാസഡറായിട്ട് വെക്കാം. അയാളൊരു സ്റ്റുഡൻറ്റും കൂടിയാണ്, വിദ്യാർത്ഥിയാണ്, ഒരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റി പഠിക്കുകയാണെന്ന് വെക്കുകയും ചെയ്യുക. എന്നിട്ട് അയാളുടെ അഫ്ഗാനുമായിട്ടുള്ള ഇന്ത്യയുടെ കാര്യങ്ങളിൽ സംസാരിക്കുന്ന തരത്തിലുള്ള ഒരു അനൗദ്യോഗിക റെപ്രസെൻറ്റേറ്റീവായിട്ട് അംഗീകരിക്കണമെന്ന് ഖത്തർ അമീർ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് തത്വത്തിൽ ഇന്ത്യ അംഗീകരിച്ച തരത്തിലാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആളുകൾക്ക് ട്രീറ്റ്മെൻറ്റിനായിട്ട് ഇന്ത്യയിൽ വരാനുള്ള അവസരമുണ്ട്. അങ്ങനെ പതുക്കെ അഫ്ഗാനുമായി നല്ല ബന്ധം. അഫ്ഗാനെ ലോകത്ത് ഇന്ന് സഹായിക്കുന്ന ഏക രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ നമുക്ക് അഫ്ഗാനിസ്ഥാനെ വിടാൻ പറ്റില്ല. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന പഴയ ഈ അഖണ്ഡ ഭാരതം എന്നൊക്കെ പറയുന്നതിൻ്റെ ഭാഗമായി നിൽക്കുന്ന അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഗാന്ധാരമാണ്, ഗാന്ധാരിയുടെ സ്ഥലമാണ്. അപ്പോൾ ഒരു കാലത്ത് ആലോചിക്കണം, ഈ പറയുന്ന നേപ്പാളവും ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും ഒക്കെ ഇന്ത്യയുടെ ഭാഗമായിരുന്നൊരു കാലമുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് അഖണ്ഡ ഭാരതം, പഴയ ഭാരതത്തെ അതിൻ്റെ ഭൂവിസ്തൃതിയോടെ അതിൻ്റെ ഗരിമയോടെ വീണ്ടെടുക്കുക എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു വലിയ സ്വപ്നമാണ് അഖണ്ഡ ഭാരതം. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും നേപ്പാളും ബർമയും മ്യാൻമർ ഭൂട്ടാനും എല്ലാം ഉൾപ്പെടുന്ന പഴയ പ്രാചീനമായ വിസ്തൃതമായ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറുക എന്നുള്ള സ്വപ്നം കാണുന്ന ആളുകൾക്ക് നമ്മുടെ രാജ്യത്ത് ഒരുപാടുണ്ട്, നമ്മുടെ ഭരണാധികാരികൾ പോലുമുണ്ട്. അപ്പോൾ അതൊക്കെ എത്ര കാലം കൊണ്ട് പ്രാവർത്തികമാകും എന്നൊക്കെ കണ്ടറിയേണ്ടതാണ്. എന്നാൽ പോലും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള നല്ല ബന്ധം നമ്മൾ ഈ കാലയളവിൽ ഉറപ്പിക്കുക മാത്രമല്ല, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നേരിട്ട് ബൈ റോഡ് ട്രേഡ് ആരംഭിക്കാൻ കൂടെ നമ്മൾ തീരുമാനിക്കുകയും പാകിസ്ഥാൻ അതിനെ തടയുകയും ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഇറാനുമായിട്ടുള്ള നമ്മുടെ അതിശക്തമായ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി അടിയന്തരമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി, അപ്പോൾ അതിനകത്തൊരു മെസ്സേജ് കൂടിയുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇറാൻ പ്രസിഡന്റുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഇന്ത്യ ഒരു കൗണ്ടർ ആക്ഷൻ നടത്തണം. അപ്പോൾ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ എന്നാൽ പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സംസാരിക്കുകയാണ് പ്രോട്ടോകോൾ അനുസരിച്ച് വേണ്ടത്. പക്ഷെ നമ്മൾ പറയുന്നത് NSA സംസാരിച്ചാൽ മതി. അതായത് അവിടെ എൻ്റെ പ്രധാനമന്ത്രിക്ക് തുല്യമാണ് എൻ്റെ NSA. നീ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോട് വർത്തമാനം പറയാൻ നരേന്ദ്രമോദി വേണ്ട, അജിത് ഡോവൽ മതി എന്നൊരു മെസ്സേജും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ ടെറൈൻ ഉണ്ടല്ലോ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബലൂചിസ്ഥാൻ എന്നൊക്കെ പറയുന്ന ഇറാൻ, ഈ മേഖലയൊക്കെ കൈവെള്ളയിലെ രേഖകൾ പോലെ ഹൃദിസ്ഥമായ ഒരാളാണ് അജിത് ഡോവൽ. അജിത് ഡോവൽ അവിടെ സഞ്ചരിക്കാത്ത വഴികളില്ല. റിക്ഷ വണ്ടി വലിക്കുന്നവനായും കൂലിപ്പണിക്കാരായും പോർട്ടറായും ഒക്കെ അവിടെ ജീവിച്ചൊരു അനുഭവജ്ഞാനവും സമ്പത്തും ഒക്കെ അജിത് ഡോവലുണ്ട്. അപ്പോൾ അജിത് ഡോവലിനെ ഇറക്കി ഒരു ഇറാൻ കളി ഇപ്പോൾ നമ്മൾ കളിക്കുകയാണ്. ഇറാൻ കളിയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ചാബഹാർ പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ തുറമുഖമാണ്, ഇറാൻ്റെ മണ്ണിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന തുറമുഖമാണ്. നാളെ പാകിസ്ഥാനുമായി ഒരു ക്ലാഷ് ഉണ്ടാവുകയാണെങ്കിൽ ആ തുറമുഖത്ത് നമ്മുടെ യുദ്ധക്കപ്പലുകൾ വരികയും അവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് മിസൈലുകൾ വർഷിക്കാൻ കഴിയുന്നൊരവസ്ഥ നമുക്കുണ്ടാവാം. ഒരുപക്ഷെ നമ്മുടെ ഈ ഇറാനിന് നേരെ ഇസ്രയേലിൻ്റെ ഒരു ആക്രമണം ഉണ്ടായാൽ പോലും നമ്മുടെ 4 കപ്പൽ അവിടെ കിടന്നു. ഓർക്കുന്നുണ്ടല്ലോ, ഇറാനും ഇസ്രയേലും തമ്മിൽ വലിയ ടെൻഷൻ ഉണ്ടായ സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ 3 യുദ്ധക്കപ്പലുകൾ ചാബഹാർ തുറമുഖത്തേക്ക് പോയിരുന്നു. അപ്പോൾ അതുമല്ല, അപ്പോൾ പെട്ടെന്നുള്ള സംശയമാണ്, ഇസ്രയേലിനുമായിട്ട് വലിയ സഖ്യം നമുക്കുണ്ട്. അപ്പോൾ ഇറാനെ ഇസ്രയേൽ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ യുദ്ധക്കപ്പലുകൾ എന്തിനാണ് നമ്മൾ ചാബഹാറിലേക്ക് വിട്ടത്? അത് നമ്മൾ ഇറാൻ്റെ കൂടെ കൂടാനാണോ? അങ്ങനെയൊന്നുമില്ല. അവിടെ നമ്മുടെ യുദ്ധക്കപ്പൽ കിടക്കുമ്പോൾ മറ്റേ അണ്ണന് നെതന്യാഹു അണ്ണനൊരു മയം വരും, ഇത് നമ്മുടെ ഇന്ത്യയുടെയാണ്, ഈ ഭാഗം അങ്ങ് വിട്ടേക്കാം, ഒന്നും ചെയ്യണ്ട. അപ്പോൾ നമ്മൾ അവിടെ കിടക്കുന്ന ചാബഹാർ തുറമുഖത്തിലുള്ള നമ്മുടെ കപ്പലുകൾക്കൊക്കെ സുരക്ഷ കൊടുക്കാനും ഒപ്പം നമ്മുടെ ഇന്ത്യൻ വാർഷിപ്പുകൾ അവിടെ കിടക്കുമ്പോൾ
ഇസ്രായേൽ ആ തുറമുഖം ആക്രമിക്കുക. കാരണം അത് ഇന്ത്യക്കെതിരെയുള്ള ആക്രമണമായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ട് ചാബഹാറിനെ മറ്റേ രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി നമ്മളെടുത്ത ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി ആയിരുന്നു നമ്മുടെ 3 യുദ്ധക്കപ്പലുകളെ അങ്ങോട്ട് അയച്ചത്. അപ്പോൾ ചാബഹാർ തുറമുഖം നമുക്ക് വളരെ തന്ത്രപ്രധാനപരമാണ്. അതുകൊണ്ട് NSA എന്ന നിലയിൽ ഇന്ത്യ വളരെ ഏറ്റവും തന്ത്രപ്രധാനമായ തീരുമാനമാണ്. കാരണം രാഷ്ട്രീയ നേതൃത്വം വേണ്ട, മിലിറ്ററി, രഹസ്യാന്വേഷണ ഏജൻസി ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന NSA വഴി മതി ഇറാനെ ഡീൽ ചെയ്യുക എന്ന് പറയാം. അതിന് ഫലമുണ്ടായിട്ട് ഇപ്പോൾ പറയുന്നത് അവരുടെ പ്രസ്താവന, നമുക്കൊരു പദ്ധതി അവിടെയുണ്ട്, ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോർഡിനേഷൻ എന്ന് പറഞ്ഞൊരു വ്യാപാര ഇടനാഴി നമ്മൾ ഇറാനുമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അലി അക്ബർ അഹമ്മദിൻ പഹൽഗാം ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഇന്നലെ പറഞ്ഞിരിക്കുന്നത്, ഇറാൻ എന്ന് പറഞ്ഞാൽ എത്രയോ പൗരാണിക കാലമായി ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, പേർഷ്യ ആയിരുന്ന കാലം മുതൽ പേർഷ്യൻ രാജാക്കന്മാർ ഇന്ത്യയിലെ രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. വലിയ സൗഹൃദവും വലിയ കച്ചവട ഇടപാടുകളും. അന്ന് പാകിസ്ഥാൻ ഭൂമി ജനിച്ചിട്ടില്ല, ഇന്ത്യ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ലോകത്തെ ഏത് രാജ്യങ്ങളെക്കാളും ഇറാന് ആത്മബന്ധവും പൗരാണിക ബന്ധവും ഉള്ളത് ഇന്ത്യയുമായിട്ടാണ്. അതുകൊണ്ട് വി വിൽ സ്റ്റാൻഡ് വിത്ത് ഇന്ത്യ എന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും സവിശേഷമായ കാര്യം. വീണ്ടും പഹൽഗാം ആക്രമണം കഴിഞ്ഞിട്ട് 1 മാസമാകാൻ ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. അതിന് തൊട്ടു മുമ്പ് വീണ്ടും ഇറാൻ പറയുന്നു, പഹൽഗാമിലെ തീവ്രവാദി ആക്രമണം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുകൂടെ പറയുമ്പോൾ ഇന്ത്യ ഒരു വലിയ വിജയം നേടിയിരിക്കുന്നു. പാകിസ്ഥാന് തൊട്ടടുത്ത് പാകിസ്ഥാനോട് അനുഭാവമില്ലാത്ത ഒരു ഇറാനെ വീണ്ടും ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ അജിത് ഡോവലിന് കഴിഞ്ഞുവെന്നാണ് ഈ അലി അക്ബർ അഹമ്മദിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ വ്യക്തമാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരാവശ്യം വന്നാൽ അതിർത്തിയിൽ 4 വെടി ഇറാനും പൊട്ടിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.